ഇവിടെ ഇങ്ങനെ നിന്നാല് ഒന്നുമില്ല, നമ്മളെല്ലാം തണുത്ത കാറ്റും നല്ല കാറ്റാ. മലമ്പുഴ ഡാമിന്റെ അടുത്താണ് അല്ലേ? പൊന്നോലിട്ടില്ല എവിടെ? അപ്പൊ മലമ്പുഴ ഡാമിന്റെ ഏറ്റവും മേലെ ഇപ്പൊ ഉള്ളത്, മലമ്പുഴ ഡാമിന്റെ 1, 2, 3, 4 ഷട്ടറാണ് കേട്ടോ. അപ്പൊ ഈ ഷട്ടറിൽ എങ്ങനെയാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൽ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ആ ഒരു ഇരുമ്പിന്റെ ബലത്തിലാണ് ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കുന്നത്. അതായത് നമുക്ക് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അല്ലേ? അപ്പം ഞങ്ങളിതാ മലമ്പുഴ ഡാമിൻ്റെ മേലേക്ക് പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാർക്കൊക്കെ അടച്ചത് കാരണം അവിടെ എന്താ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് കാരണം അവിടെ അടച്ചിരിക്കണം. ഇപ്പോൾ ഈ സിപ്പ് ലൈൻ ഉണ്ട്, എന്താണ് മേലെക്കൂടി ഇങ്ങനെ സ്ഥലം ഇരുന്നാണ് പോണത്. അതിലൊക്കെ കയറണം വിചാരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കയറാൻ പറ്റിയില്ല. നേരം വൈകിയില്ല. അപ്പോൾ ട്രെയിനൊക്കെ ലേറ്റ് ആവും. ബസ് ലാസ്റ്റ് 5 മണി വരെ, 5 മണിക്ക് ബസ്സുള്ളൂ. അപ്പോൾ രാത്രി എവിടെ ഇങ്ങോട്ട് എത്താനാണ് വിചാരിച്ചാണ് ഞങ്ങൾ എളുപ്പം അവിടെ നിന്ന് പോകുന്നത്. ഇതിൽ കയറാനൊക്കെ വിചാരിച്ചിരുന്നു, പോകുമ്പോൾ പറഞ്ഞുകൊണ്ടൊക്കെ പോയതിന്ന് ഇതിൽ കയറണം കിട്ടാന്നൊക്കെ, പക്ഷെ പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അതാ മലമ്പുഴ അണക്കെട്ട്. അതാണെന്ന് വെച്ചെങ്കിൽ നല്ല പൊരി വെയിലൂട്ടാ, പൊരി വെയിൽ. എന്നിട്ട് അവരെ ടിക്കറ്റ് എടുക്കണം, അതിൻ്റെ ഉള്ളിൽ പോയിക്കുന്നു. ആ ടിക്കറ്റ് എടുത്തതിന് ശേഷമല്ല അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാമിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ 10 രൂപ, വലിയവർക്ക് 30 രൂപ, ചെറിയവർക്ക് 10 രൂപ, അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ വെയിൽ കാരണം എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ തണലുള്ള സ്ഥലത്ത് വിശ്രമിക്കണം. അത്രക്കും പൊരി വെയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നേരം പോകാൻ പറ്റും, കുറച്ച് വൈകിട്ട് കണ്ട് എത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിക്കണില്ലേ, 1:30, 2 മണി ആ നേരം ഞങ്ങളവിടെ എത്തിക്കണം. അത്രക്കും പൊരി വെയിലാണ്. പക്ഷെ ആ വെള്ളത്തിൻ്റെ ആ തണുപ്പ് കാരണം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇതെന്താ അവിടെ ബോട്ടിങ് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ എല്ലായിടത്തും ഒരുപാട് സ്ഥലത്ത് നോ എൻട്രി എഴുതി. പക്ഷേ പൊരി വെയിൽ കാണണം, വല്ലാതെ അവിടെ ഇങ്ങോട്ടൊന്നും നടക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ വെയിൽ കാരണം നമ്മളെ മുഖമൊന്നും ക്ലിയർ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ വെയിലുമ്മക്കാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, അത്രക്കും പൊരി വെയിലാണ്. ഇത് കണ്ടില്ലേ, ഇന്നേരം വന്നോലും മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് വെയിലൊക്കെ അറിയതിൻ്റെ ശേഷമാണ് അങ്ങോട്ട് ഡാമിൻ്റെ അവിടേക്ക് പോയിക്കണം കേട്ടോ. എന്താ വെച്ചാൽ അത്രക്കും നല്ല വെയിലാണ്. നല്ല സൂര്യന് നമ്മളെ മേത്താണ് തോന്നുന്നു, അത്രക്കും നല്ല വെയിൽ. ഞാൻ ആദ്യമേ പോയി അവിടെ ഇരുന്നിരുന്നു. പിന്നെ ബാവ കുറേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് അവിടെ വന്ന് കുറേ കിടന്ന് അവിടെ കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ്. അവിടെ നല്ല തണുത്ത കാറ്റാണ്, പക്ഷെ വെയിൽ കൊള്ളാൻ വയ്യ കേട്ടോ. 4 മണി ആകാണ്ട് പോകാൻ പറ്റില്ല, 3 മണി ആയിട്ടുള്ളൂ. 3 മണി ആയാ പൊരി വെയില, പൊരി വെയില്. പൊന്നോടെ കത്തുന്ന വെയില്, പൊപ്പല് വെയില്, പൊപ്പല് വെയില്. സൂര്യന് മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇതെന്തിനാ സൂര്യൻ്റെ മുഖത്ത് നോക്കിയാൽ പോലെ? സൂര്യൻ പോണ മറ്റേ പോയിക്കോട്ടെ. ആ രാമേട്ടനെ പോകണ്ടേ? ഈ ഇത് ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ വെയിലുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല തണുത്ത കാറ്റായതുകൊണ്ട് വലിയ വിഷയമില്ല കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കില്ലേ, അപ്പം നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റാണ് നല്ല. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നേരെ സൂര്യൻ മുഖത്ത് അടിച്ചിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കാനൊന്നും വല്ലാതെ പറ്റൂല. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നിന്നാൽ ആ തണുത്ത കാറ്റും അവിടെ ഇങ്ങനെ നിന്നാൽ പോരാൻ തോന്നൂല കേട്ടോ. ഞാൻ മലമ്പുഴ പോയിക്കെന്ന് വെച്ചിട്ട് ഈ ഡാമിലൊന്നും കയറിയിട്ടില്ല, ഡാമിൻ്റെ മേലേക്കൊന്നും പോയിട്ടില്ല. ഗാർഡനിലൊക്കെ പോയിക്കാണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഗാർഡൻ അടച്ച കാരണം പുതിയതായിട്ട് പണിയെടുക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അടച്ച കാരണം എല്ലാവരും ഇപ്പോൾ ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ മക്കളെ ഈ ഇരുമ്പിൻ്റെ ദമ്മിലാണ് ഈ നിൽക്കുന്ന വെള്ളം, കണ്ടില്ലേ? ഇത് ഇതിന് ഫുള്ളാകുമ്പോൾ ഇതിന് മേലെ ചാടും. അപ്പോഴാണ് ഈ കരമ്പിൽ തുറന്ന്. ഇപ്പം തന്നെ ഇതിൻ്റെ മേലെ ഏകദേശം അറ്റം വരെ ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞിട്ട് അത്രയും വെള്ളം ഈ ഇരുമ്പിൻ്റെ ബ്ലോക്കിങ്ങിലാണ് നിൽക്കണം കേട്ടോ. ഷെറ്റ്
അവിടെ തുറന്നാൽ ഇത് അങ്ങനെ പോരും. പിന്നെ അതാ ഒരേ പോക്കായിരിക്കും. കണ്ടാ പൊന്നെ കാത്തോളിയോ. മാള് കോട്ടായിട്ടാണ്. കാരണം അരച്ചിലാണ്, ഫുൾ വെയിലാണ്. ഈ നടത്തല്ലേ മലമ്പുഴ ഡാമിന്റെ മേലാണ് മക്കളെ ഉള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാല് ഈ വെയിലായ കാരണമാണ് ആകെ രസമുണ്ട്. എന്നാലും നമ്മളൊരു പുറത്തൊക്കെ വന്ന് ഒരു വലിയ പ്രകടനം അവിടുന്ന് വരുന്നുണ്ട്. എല്ലാരും വെയിലായതോണ്ട് കുറച്ച് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വിശ്രമിച്ച് കുറെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അത്രക്കും പൊരി സൂര്യൻ നേരെ നമ്മളെ വേലക്കാണ്. ഇവിടെ കണ്ടിട്ട് വെള്ളം ഫിൽറ്റർ ചെയ്ത് എന്തൊക്കെ പരിപാടിയുണ്ട്, ഒരു സംഭവം അത് കാണണേ. എങ്ങനെയുണ്ട് നോക്കി. പിന്നെ ഇവിടുത്തെ പാർക്ക് പണി ആയതുകൊണ്ട് അടച്ചിക്കണേ, അവിടെ കാണാൻ പറ്റൂല. കൊറിയൻ കാണാം അല്ലേ. പിന്നെ ബാക്ക് നോക്കിട്ടാ സംഭവം അല്ലേ, ഭയങ്കര പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. എന്ത് സുഖാന്ന് ഇവിടെ ഇങ്ങനെ നിക്കാന്. ഇവിടെ ഇങ്ങനെ നിന്നാല് ഒന്നുമില്ല, നമ്മളെല്ലാം തണുത്ത കാറ്റും ബേക്കില് കണ്ട അങ്ങനെ നല്ല വലിയ മല, അവിടൊക്കെ മലകളുണ്ട് പക്ഷെ കാണാൻ പറ്റൂല. കോടകളാണ്, കോടയാണ് തോന്നുന്നില്ലേ അല്ലേ, കോടയാണ് തോന്നുന്നുണ്ട്. കാണുന്നില്ല, മലകളൊന്നും കാണുന്നില്ല, ക്ലിയർ ആവണില്ല, പുകപടലം പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബസ്സൊക്കെ നേരെ മുകൂലേ, കഴിഞ്ഞ് ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാണ്ട്. പൊന്നു പിന്നെ വിടൂലല്ലോ, ഓരോ ഇതിൻ്റെ അടുത്തതും എനിക്കത് വേണം തന്നെ അവിടുന്ന് വാശെടുക്കും. പിന്നെ ഞങ്ങൾ പൊന്നു വാങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളും വാങ്ങി. അപ്പം ഞങ്ങളുടെ പാലക്കാട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒറ്റ ബസ് കിട്ടി, ഇങ്ങോട്ട് പോരുമ്പോൾ 2 ബസ് ഇറങ്ങി കയറണം. അങ്ങനെ 2 ബസ്സും കയറിയിട്ടാണ് ഇവിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഈ സ്റ്റേഷൻ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മളെ തിരൂരിൻ്റെ ഒന്നും മയക്കല്ല, ഭയങ്കര രസമുണ്ട്, എടുത്ത് പറയാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ട്രെയിനും അങ്ങനെ തന്നെ 2 ഇറങ്ങിക്കാൻ ഞങ്ങൾ ഓടിയെത്തി. നമ്മൾ ട്രെയിനിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ട്രെയിനിന് ഞാൻ പോയി അന്വേഷിച്ചോട്ടെ എപ്പോഴാണ് ട്രെയിനുള്ളതെന്ന്. നമ്മളെ സ്കൂട്ടി അവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് പോകുന്ന കേട്ടോ മക്കളെ. നല്ല ഭംഗിയുണ്ടല്ലേ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ട് പോയി നോക്കട്ടാ. ഓടി എത്തിയതാണ്. വീണ്ടും ട്രെയിനിലെത്തി തിരിച്ചു പോകണേ. ഷൊർണൂർക്കുള്ള ട്രെയിനാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുന്ന് വേറെ തിരൂർക്ക് കയറണം. പിന്നുള്ളത് രാത്രി 10:45. അതേ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഷൊർണൂർക്ക് പോവുകയാണ് അല്ലേ. അത് നിർത്തി വീണ്ടും നല്ല ആളാട്ടോ, ഫുള്ളാളാണ്. ഭാഗ്യത്തിന് ഇതന്നെ കിട്ടിയത്, ഓടി പിടിച്ചതാ. അപ്പൊ അങ്ങനെ ഷൊർണൂർക്ക് പോവാം കേട്ടാ. എന്താ പണി? അനാഥ പ്രേതങ്ങളെ മാറി ഇങ്ങനെ അലിയാണ് ഇപ്പൊ ഷൊർണൂർ സ്റ്റേഷനിലുള്ള കേട്ടാ. 8 മണിക്ക് ഇനി ട്രെയിൻ തിരൂർക്ക്, അതിന് കയറാനുള്ള പരിപാടിയിലാണ്. അരച്ചിലാണ് കേട്ടാ. അപ്പൊ അപ്പുറത്തേക്ക് പോകണം. നമ്പർ 7 ട്രെയിൻ വരിക, അങ്ങോട്ട് പോവാണ്. പാലക്കാട്ടിൽ നിന്ന് ഷൊർണൂർ വരെ ആൾക്കാരെത്തി. അപ്പൊ നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി മെല്ലെ സ്കൂട്ടി എടുത്തിട്ട് പോവാന്നാല്. പൊന്നോ വാങ്ങിക്കണാ, മാള് വാങ്ങിക്കണാ? തളരൂല മക്കളെ. അപ്പൊ ഞങ്ങളിത് ബൈക്കിന്റെ അടുത്തെത്തി. യാത്രക്ക് അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു, സുഖമായിരുന്നു, മാഷാ അല്ലാഹ്.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം അല്ലേ. നല്ലൊരു അടിപൊളി പുതിയ വീഡിയോ വരുന്ന എല്ലാവർക്കും അല്ലേ. ഇപ്പോൾ ആ കുഴങ്ങിയിരിക്കുന്ന ക്ഷീണിച്ച് ഫുൾ ടയർഡാണ്. ഇഞ്ഞും പോകണം, ഇഞ്ഞും പോലെ ട്രെയിനിൽ. ഇനിയും എൻ്റെ അടുത്ത അടിപൊളി വീഡിയോ വേറെ വരാണ്ടിട്ടാ. എല്ലാവർക്കും